നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS ഫിലാഡൽഫിയയോട് ഇന്റർ മയാമി സമനിലയിൽ കുരുങ്ങിയ മത്സരത്തിൽ അവസാനം വലിയ രൂപത്തിൽ അടി ഉണ്ടായതൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് കൂടാതെ ഇപ്പോൾ മറ്റൊരു ഇൻസിഡൻറ്റ് കൂടി റിവ്യൂ ചെയ്യുന്നു എന്ന വാർത്ത MLS ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ലയണൽ മെസ്സി ഫിലാഡൽഫിയ യൂണിയൻ താരത്തിൻ്റെ കഴുത്തിന് പുറകിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ തട്ടിയതാണ്. അത് പിടിച്ചില്ല. മറുഭാഗത്തുള്ള താരത്തിന് ലയണൽ മെസ്സിയുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനിലേക്ക് പോവുകയും ഒക്കെ സംഭവിച്ചു. ഇപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് റിവ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് ലയണൽ മെസ്സി ക്വിൻ സുല്ലിവൻ്റെ കഴുത്തിന് പുറകിലടിച്ചു. എന്തോ അവർ തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാവുന്നു. ആ താരം ഇങ്ങനെ നടന്നു വരുമ്പോൾ മെസ്സി അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുകയും ഇങ്ങനെ കൈമുട്ട് എൽബോ ചെയ്തതുമായി ബന്ധപ്പെട്ടെന്തോ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആ താരം അങ്ങനെ കടന്നു പോകുമ്പോൾ മെസ്സി പുറകിൽ ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്യുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പിൻകഴുത്തിലാണ് കൊള്ളുന്നത്. സോ അതോടുകൂടി അയാൾ തിരിഞ്ഞു വരികയും ലയണൽ മെസ്സിയുമായിട്ട് ഹെഡ് ബട്ടിങ്ങിന് പോവുകയൊക്കെ ചെയ്തു. ഈ വിഷയമാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ദിസ് ആക്ഷൻ വിൽ നൗ ബി ഇവാലുവേറ്റഡ് ബൈ ദി ഡിസിപ്ലിനറി കമ്മിറ്റി. MLS ഡിസിപ്ലിനറി കമ്മിറ്റി ഈ ഒരു സംഭവവികാസം ഇവാലുവേറ്റ് ചെയ്യും. പണിഷ്മെൻറ്റിന് സാധ്യതയുണ്ട്. മോസ്റ്റ് ലൈക്ലി പണിഷ്മെൻറ്റ് ഫൈനായിരിക്കും എന്നാണ് റിപ്പോർട്ട്. മെസ്സിക്ക് പിഴ വരാനാണ് സാധ്യത. അതേസമയം ഒരു മത്സരത്തിൽ സസ്പെൻഷനുള്ള സാധ്യതയുമുണ്ട്. ഒരു പക്ഷേ സസ്പെൻഷൻ ഒഴിവാക്കി ഫൈനൽ മാത്രം ഒതുങ്ങാനുള്ള സാധ്യതയും കാണുന്നു എന്നാണ് നിലവിൽ വരുന്ന വിവരങ്ങൾ. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പിന്നാലെ വരും. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം മടങ്ങിയെത്തിയ താരപിത ഗോളടിച്ചിരിക്കുന്നു. 922 ഗോളുകളായിരിക്കുന്നു. മെസ്സി തൻ്റെ ഫോം വീണ്ടെടുക്കുമ്പോഴും ഇന്റർ മയാമി എവിടെയോ ആ ഒരു മൊമെൻ്റം നഷ്ടപ്പെട്ട പോലെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മീഡിയോക്കറായിട്ടുള്ള രൂപത്തിലേക്ക് ടീം പോവാതിരിക്കണമെങ്കിൽ അതിശക്തമായ ശ്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. വരും മത്സരങ്ങളിൽ മയാമി മികവിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.